കോഴിക്കോട് കോർപ്പറേഷനിൽ നല്ല നിലയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്റെ മാതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കും. നാം നേരത്തെ തന്നെ തയ്യാറെടുപ്പിലാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളാണല്ലോ ഉള്ളത്. കഴിഞ്ഞ 50 വർഷമായി കോഴിക്കോട് നമ്മൾ ജയിച്ചിട്ടില്ല കോർപ്പറേഷൻ. അതുകൊണ്ട് ഇത്തവണ അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും, മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അത് പൂർത്തിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പെട്ടെന്ന് കടക്കും. ഞാൻ 10-ാം തീയതി അവിടെ പോകുന്നുണ്ട്. 10-ാം തീയതിയോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഡ്രഗ്സിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളിന്ന് കണ്ടില്ലേ, 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന്ന് എന്താ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ജില്ലയിലും ഇതായിരുന്നു. 14 ജില്ലകളിൽ ഇപ്പോൾ മാധ്യമങ്ങൾ, നിങ്ങൾ തന്നെ ലൈവ് കൊടുത്തിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഇത് ഒരു ആവേശം നൽകുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുകയാണ്. രാസലഹരിയിൽ കേരളം മുങ്ങിത്താഴാൻ പാടില്ല, ലഹരിയിൽ മുങ്ങിത്താഴാൻ പാടില്ല. അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇത്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം 1000-കണക്കിന് ആളുകൾ ഇതിൽ സഹകരിക്കുന്നു. ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യം. ഇനി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്.